ഇത് നമ്മൾ മക്കളെ കെട്ടിക്കാൻ 10 ലക്ഷം രൂപ ചെലവാക്കുന്നു, പെൺമക്കളെ കെട്ടിക്കാൻ. എന്നാൽ ആൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ നമ്മളൊന്നും ചെലവാക്കുക. അപ്പൊ ആൺകുട്ടികളെ പഠിപ്പിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആൺകുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഉന്നത കലാലയങ്ങൾ ഇവിടുന്ന് മാഷാ അല്ലാഹ് ഇവിടുന്ന് നമ്മുടെ കുട്ടികൾ പോകുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് മറ്റൊക്കെയാണ്. ഇനി ഞാൻ പറയും ഇവിടുന്ന് അങ്ങനെ ഉണ്ടാവും, ഷാഹിദൊക്കെ നേതൃത്വം കൊടുക്കുന്നത് കൊണ്ട് അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്ന് വെച്ചാൽ കാംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് പോലെയുള്ള ഉന്നത കലാലയങ്ങൾ നമ്മുടെ കുട്ടികൾ പോയി പഠിക്കണം എന്നതാണ്. അപ്പൊ അതിന് ചിലപ്പോൾ കുറച്ച് എക്സ്പെൻസ് ഒക്കെ വരുമായിരിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ബജറ്റാണ് നമ്മൾ കാണേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള ബജറ്റാണ്. അപ്പൊ നമ്മളെ സമയത്തിന് ഇനി 15 മിനിറ്റ് മാത്രമേ, 4 മണിക്ക് തുടങ്ങി 5 മണിക്ക് അവസാനിപ്പിക്കും നമ്മൾ. എന്ന് വെച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഫണ്ടുകൾ വരികയും അതിനെ നമ്മുടെ ടോട്ടൽ ഫണ്ട് എങ്ങനെ വരുന്നു, ടോട്ടൽ എക്സ്പെൻസ് എത്രയുണ്ട്, ബാലൻസ് കൊണ്ട് എന്തൊക്കെ ഗോൾ നമ്മൾ സെറ്റ് ചെയ്യണം. ആ ഗോളിൽ ഒന്ന് നമ്മുടെ വീടാണ്, മറ്റൊന്ന് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്, മറ്റൊന്ന് നമ്മുടെ നെക്സ്റ്റ് പ്രൊജക്റ്റാണ്. എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത ബിസിനസ് എന്താണ് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ പെൺകുട്ടികളോട് പറയാണ്, കഴിഞ്ഞ പ്രാവശ്യം കൊറോണ വന്ന സമയത്ത് മാസ്ക് നമ്മളൊക്കെ ധരിച്ചു. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മാസ്കുകൾ ധരിച്ചത്, ഏറ്റവും വില കൂടിയ മാസ്കുകൾ ധരിച്ചത്, വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്, പത്രങ്ങളിൽ വന്നതാണ്, ഷാറൂഖ് ഖാനും അമീർ ഖാനും അമിതാഭ് ബച്ചനും പോലെയുള്ള ഇന്ത്യയിലെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന വലിയ വലിയ ആൾക്കാർ വരെ ധരിച്ചത് കോഴിക്കോടുള്ള ഒരു പെൺകുട്ടിയുടെ മാസ്കാണ്. കോഴിക്കോടുള്ള പെൺകുട്ടിയുടെ മാസ്കാണ്. അപ്പൊ കോഴിക്കോടുള്ള പെൺകുട്ടിയുടെ മാസ്കിൽ ഡിഫറെന്റ് ആയിട്ട് മാസ്ക് ഉണ്ടാക്കിയത് കൊണ്ട് അതിനെ ബ്രാൻഡ് ചെയ്തു. ഷാറൂഖ് ഖാൻ വരെ അത് ഇട്ടു എന്ന, ഷാറൂഖ് ഖാൻ വലിയ ആളായിട്ട് പറയില്ല, എന്നാൽ അവർ വരെ അത് ഇട്ടു എന്നുള്ളതാണ്. അത് വീട്ടിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാക്കിയ സാധനമാണ്. നമ്മുടെ കുട്ടികൾ ഇനി ബ്രെയിൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അവിടെയാണ്. എങ്ങനെ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാം. നമ്മുടെ വാപ്പമാര് പിന്നെ നല്ല ബിസിനസ്സുകാരാണോ, വാപ്പയെ സഹായിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് എങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും, ആ വരുമാനം എങ്ങനെയൊക്കെ ചെലവഴിക്കാൻ പറ്റും, ഇതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ വരെ കുട്ടികൾ ചോദിക്കുമ്പോഴേക്ക് ഉപ്പ എനിക്ക് ഐസ്ക്രീമിന് പൈസ ആണ്, 500 ഉറുപ്പിക എടുത്താണ്ട് കൊടുത്ത്, ഉപ്പ എനിക്ക് ഇന്നതിന് പൈസ ആണ് 1000 ഉറുപ്പിക എടുത്തുകൊണ്ട് കൊടുത്ത് ആ പരിപാടി നിർത്തണം. എന്നിട്ട് കുട്ടികളെ എന്ത് ചെയ്യണം, ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക്. വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, നമ്മുടെ വീട്ടിലൊരു, നമ്മൾ സാധാരണ പറയല്ലോ, ഒരു കോയിനൊക്കെ ഇട്ട് വെക്കാനുള്ള ഒരു പാത്രം, തൊണ്ടെന്നോ മറ്റൊക്കെ അതിന് പറയും. ഈ സാധനത്തിൽ ഇടിയിക്കണം നമ്മളെ കുട്ടികളെ കൊണ്ട്. എന്നിട്ട് കൊല്ലത്തിലോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ അത് പൊട്ടിക്കുന്ന ഒരു ദിവസം വരണം. ആ പൊട്ടിക്കുന്ന ദിവസത്തിൽ അവന് ഉമ്മക്കൊരു പിന്നെ പർദ്ദ വാങ്ങിച്ചു കൊടുക്കുന്ന, അതേമാതിരി അനുജത്തിക്ക് ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുന്ന കൾച്ചറിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കണം. കാരണം അതും ബജറ്റിന്റെ ഭാഗമാണ്. നമ്മുടെ കുട്ടികൾ അനാവശ്യമായി സമ്പത്ത് ചെലവഴിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതിനുവേണ്ടി കുട്ടികളെ നമ്മൾ അങ്ങനെ ക്ലിയർലി കൊണ്ടുവരണം. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നുവെങ്കിൽ കൂലി കൊടുക്കണം എന്നല്ല നമ്മൾ പറഞ്ഞത്, ഇടയ്ക്കൊരു ഗിഫ്റ്റായിട്ട് കാര്യങ്ങൾ കൊടുക്കണം. ഉദാഹരണത്തിന് നമ്മൾ നാട്ടിൽ ചെയ്യുന്ന ഒരു ചെറിയ പരിപാടിയുണ്ട്. 10-30 കുട്ടികളെയും കൊണ്ട് കടപ്പുറത്തേക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പോകും, ചെറിയ മക്കള്. ആ മക്കൾക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഓട്ട മത്സരം നടത്തും. കടപ്പുറത്ത് ഓട്ട മത്സരം നടത്തിയിട്ട് അതിൽ 50 ഉറുപ്പിക 100 ഉറുപ്പിക സമ്മാനം കൊടുക്കും. അങ്ങനെ 100 ഉറുപ്പിക മാക്സിമം, 50 ഉറുപ്പിക സമ്മാനം. അവർക്ക് സമ്മാനം കിട്ടിയ വകയായി എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഐസ്ക്രീം ഷോപ്പിൽ കയറും, അവർക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. നമുക്കല്ല ലാഭമായി. അല്ലെങ്കിൽ ഇവരായിട്ട് പോയാലേ 30 കുട്ടികൾക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കണം, 3000 ഉറുപ്പിക നമ്മൾ ചെലവാകും. എന്നാൽ അത് അവർക്ക് സമ്മാനം കൊടുത്ത് അവരെ കൊണ്ട് ഓട്ട മത്സരം നടത്തിച്ച് 2 മണിക്കൂർ മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് സമ്മാനമായിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കണം. ഇങ്ങനെ കുട്ടികളെ ഒരു പ്രത്യേക കാര്യം ചെയ്താൽ സമ്മാനം വാങ്ങിക്കുന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ കൊടുക്കേണ്ടത്. ഫ്രീ ആയിട്ട് പൈസകൾ കൊടുക്കല്ലേ. കുട്ടി സൈക്കിൾ വേണമെന്ന് പറയുമ്പോൾ, ആയിക്കോട്ടെ മോനെ, നീ ഇതാ ഇന്നതൊക്കെ ചെയ്താൽ ഞാൻ എന്താക്കാം, നിനക്ക് നല്ലൊരു സൈക്കിൾ വാങ്ങിച്ചു തരാം. ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്താൽ കുട്ടി അതിലേക്ക് എന്തായിരിക്കും ശ്രദ്ധിക്കും. ഞാൻ ഇന്നാൾ കോഴിക്കോട് പോയപ്പോൾ കോഴിക്കോടുള്ള ഒരു കുട്ടി എന്നോട് പറഞ്ഞത്, ഉപ്പച്ചി എനിക്ക് സൈക്കിൾ വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് ഗിയർ വൈസ് സൈക്കിള് എത്ര പൈസ ആകും അതിനൊന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു 12,000 രൂപ ആവും. എന്താ വാപ്പ തന്ന കണ്ടീഷൻ എന്ന് ചോദിച്ചു. വാപ്പ നമ്മളൊരു വിദ്യാർത്ഥിയും കൂടിയാണ്, പഴയകാല വിദ്യാർത്ഥിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, നീ SSLC-യിൽ എല്ലാറ്റിലും A+ വാങ്ങിയാൽ ഞാൻ നിനക്ക് ഗിയർ സൈക്കിൾ വാങ്ങിച്ചു തരാം. ഇങ്ങനെ കണ്ടീഷൻ വെച്ചിട്ട്, എല്ലാറ്റിലും കണ്ടീഷൻ വെക്കരുത്, എന്നാലും കണ്ടീഷൻ വെച്ചിട്ട് മുന്നോട്ട് പോകണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഭാവിയിൽ നമ്മുടെ ഗോളുകൾ, നമ്മൾ ഏതൊക്കെ ബിസിനസ് തുടങ്ങണം, ബിസിനസ് ചെറിയ രീതിയിൽ എങ്ങനെ തുടങ്ങണം, വലിയ രീതിയിൽ എങ്ങനെ തുടങ്ങാം, അത് നമുക്ക് ബജറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെ നമ്മൾ കൂടി ഇവരെ സഹായിക്കുന്ന ആളുകളാകണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ, ചില കമ്പനികൾ ഡാറ്റ എൻട്രി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഡാറ്റ എൻട്രി നിങ്ങളെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ 3 പെൺകുട്ടികൾക്ക് അറിയുമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ നിങ്ങൾ ടോപ്പ് കമ്പനിക്ക് ഡാറ്റ എൻട്രി ചെയ്തു കൊടുത്താൽ 20,000-25,000 രൂപ ഒരു ശമ്പളം തരും. അത് നമ്മൾ വീട്ടിലിരുന്ന് ചെയ്താൽ മതി. നിങ്ങൾ അവരും കാണൂല, അവർ നമ്മളെയും കാണൂല. ഡാറ്റ എൻട്രിയുമായി ബന്ധപ്പെട്ടുള്ള ജോലി നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രവേശിക്കാം. 3 പെൺകുട്ടികൾ വീട്ടിലെങ്കിൽ 75,000 രൂപ ശമ്പളം തരും. നല്ല നല്ല കമ്പനികൾ അതിന് വേണ്ടിയിട്ട് കാത്തിക്കുക. പക്ഷെ എന്താ വേണ്ടത്? സ്പീഡ് ടൈപ്പിംഗ് വേണം, നല്ല ലാംഗ്വേജ്
ലാംഗ്വേജ് വേണം. ഇത് രണ്ടും പഠിപ്പിച്ചു കൊടുത്താൽ നമുക്ക് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാം. വീട്ടിൽ നമ്മൾ ജോലിയും കുട്ടികളെ നോക്കലും അതിന്റെ കൂട്ടത്തിൽ 2-3 മണിക്കൂർ ഇതിനു വേണ്ടി ചെലവഴിക്കാം. ഇങ്ങനെ വ്യത്യസ്ത വരുമാനങ്ങൾ, വ്യത്യസ്ത രീതിയിലുള്ള ചെലവഴിക്കലുകൾ എല്ലാം കടന്നു വരുമ്പോഴാണ് നമ്മുടെ വീട് ബജറ്റിൽ ഒതുങ്ങി നിൽക്കുക. ദയവ് ചെയ്ത് നമ്മൾ ഇവിടെ ഒരു ബിരിയാണി ഉണ്ടാക്കി, അവിടെ കബ്സ ഉണ്ടാക്കി, അവിടെ അതേപോലെ തന്നെ ആട് ബിരിയാണി ഉണ്ടാക്കി, അതൊരു മുതലാളിയുടെ വീട്ടിൽ ഉണ്ടാക്കി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതെല്ലാം കൂടി നമ്മുടെ വീട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരുന്ന മത്സരാർത്ഥിയായി നമ്മൾ മാറരുത് ഒരിക്കലും. വിവാഹവേളയിൽ, വിവാഹത്തിന്റെ ചടങ്ങിൽ ഒരിക്കലും നമ്മൾ വലിയ നേരെ മറിച്ച് നേരെ ഓപ്പോസിറ്റ് ആകണം. നന്നായിട്ടുള്ള ആളുകൾ തന്നെ മറ്റുള്ളവർക്ക് മാതൃകയാക്കി നിന്നു കൊടുക്കാൻ പറ്റണം. ഇങ്ങനെ വ്യത്യസ്തമായ ഭാഗങ്ങളിലൂടെ നമ്മുടെ ബജറ്റിനെ വളരെ ഷോർട്ടാക്കി പറയുന്നു. ആദ്യം നമ്മുടെ വരുമാനത്തെ കണക്കൂട്ടുക, ചെലവുകൾ എത്ര വരുന്ന കണക്കൂട്ടുക, ഇൻ ബിറ്റ്വീൻ അതിന്റെ ഉള്ളിൽ എത്ര പൈസ ഉണ്ടെന്ന് നോക്കുക. ആ പൈസയെ നമ്മൾ ഒരു ഗോളിലേക്ക് കൊണ്ടുപോവുക. ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ ഹെൽത്ത്, അതേപോലെ തന്നെ നമ്മുടെ വീട്. അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ്, വാട്ട്സ് നെക്സ്റ്റ്, അഥവാ അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്താണ്? ഉദാഹരണത്തിന് ജോലി ചെയ്യുന്ന ആളുകൾ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുക. അതിന് നിങ്ങൾ റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ആർക്കെങ്കിലും കഴിയുന്നവർ വായിച്ചോ. അതിൽ 4 ഭാഗങ്ങൾ പറയുന്നുണ്ട്. ജോലി എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ളതാണ്. അതിന്റെ മുകളിൽ എന്താണുള്ളത്? സെൽഫ് എംപ്ലോയ്മെന്റ്, അഥവാ നമ്മൾ തന്നെ ഒരു കടയോ ഷോപ്പോ തുടങ്ങലാണ്. അതിന്റെ മുകളിൽ ബിസിനസ് ആണ്. അതിന്റെ മുകളിൽ ഇൻവെസ്റ്റർ ആകലാണ്. അഥവാ ഇൻവെസ്റ്റർ ആകണമെങ്കിൽ ആദ്യം നമ്മൾ ഏൺ ചെയ്യണം എന്നതാണ്. 4ാമത്തെ കാറ്റഗറിയാണ് ഇൻവെസ്റ്റർ. ഇൻവെസ്റ്റർ ആവുക എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് സാമ്പത്തിക മിച്ചം വെച്ച് നല്ല കാര്യത്തിൽ നമ്മൾ ഉപയോഗിച്ച് അതിൽ നിന്ന് വരുമാനമുണ്ടാക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കലാണ്. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഉള്ള കടങ്ങൾ മുഴുവൻ വരുത്തി 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 പിന്നെ ഇടക്കിടക്ക് ഈ ആഭരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കുക. ആരെങ്കിലും ജ്വല്ലറിക്കാരുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. 1 ഗ്രാമിന് വരെ എല്ലാവരും വിലയിടാണ്. 1 ഗ്രാമിൽ ആരും പണിയെടുക്കണില്ല. പിന്നെ അതിന്റെ തേമാനം എന്ന് പറയുന്ന സാധനം, നമ്മൾ ഇതിനെപ്പറ്റി കുറച്ചൊക്കെ അറിയുന്ന ഒരാളാണ്. അതിന്റെ അടിയിലൊരു കറുപ്പ് ഷീറ്റ് ഇടും. ആ ഷീറ്റിക്കാണ് ഇതിന്റെ തേമാനൊക്കെ പോണത്. ഈ തേമാനം, അതേപോലെ തന്നെ എന്താ പറയാ, ഈ ഗ്രാമിന്റെ പണിക്കൂലി എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ജ്വല്ലറിക്കാരുടെ ലാഭം. അവരത് ചെയ്യുന്നവരെ കൃത്യമായി നമ്മളോട് പറയുന്നത് ഹലാലൊക്കെ തന്നെയാണ്. കാരണം അവർ പറഞ്ഞിട്ടാ വാങ്ങിക്കുന്നത് 5%, 10% എന്നൊക്കെ. ഇതിലെന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഈ വള മാറ്റാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോകണം. അതിന് സാധാരണ സ്വർണത്തിന്റെ വില ഇങ്ങോട്ട് വാങ്ങിക്കണം. ഞാൻ ഇന്നാള് ഇതേപോലെ തന്നെ ഉണ്ടായതൊരു, എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങോട്ട് 2 പവന്റെ വള കൊടുക്കണം, ഇങ്ങോട്ട് 1.5 പവൻ വാങ്ങണം, എന്നിട്ട് പൈസ പിന്നെ അങ്ങനെ കൊടുക്കണം. ഇതെന്ത് മാജിക്കാണ്! ഇടയ്ക്കിടയ്ക്ക് ആഭരണം മാറ്റണം എന്ന് തോന്നുക. ആ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോവുക. അവിടെ ഒരു ആയുഷുവിന്റെ കയ്യുമ്പോൾ ഇന്ന വള കണ്ടിരുന്നു, ആ വള എനിക്കും വേണമെന്ന് തോന്നുക. ഇവിടെ ഒരു മാല കണ്ടിരുന്നു, അത് എനിക്കും വേണമെന്ന് തോന്നുക. അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഏറ്റവും നല്ല രീതി എന്താണെന്ന് വെച്ചാൽ, പഴയ കുമ്മത്തും കൊടലാരൊക്കെ ഉണ്ടെങ്കിൽ അത് ഇടലാണ് ഇപ്പൊ ഫാഷൻ. 10-30-40 കൊല്ലം മുമ്പുള്ള സാധനം കുമ്മത്ത് കൊടലാരെന്നൊക്കെ പറഞ്ഞ കാസർഗോട്ട് ഇട്ടിന സാധനമാണ്. അപ്പൊ അതൊക്കെയാണ് പലരും ഇട്ട് നടക്കുന്നത്. പണ്ടത്തൊക്കെ തിരിച്ചു വരും. അപ്പൊ പാൻ്റെ പഴയ വട്ടത്തിൽ പോലും ബന്ധം വീട് എന്ന് പറഞ്ഞാൽ പഴയ രീതിയിൽ വെക്കലാണ്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ മാറ്റലുകൾ, അതേമാതിരി തന്നെ വസ്ത്രങ്ങൾ ധാരാളമായി എടുക്കലുകൾ, പിന്നെ ഷോപ്പിംഗ്, പുറത്തു പോകാതിരിക്കുക ഏറ്റവും നല്ലത്. കച്ചവടക്കാരുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഒരു ഷോപ്പിങ്ങിന് 10,000 രൂപ പൊടിച്ചിട്ട് നമ്മളുണ്ട് പോരുള്ളൂ. ഇതെവിടുന്ന ഈ പൈസ കിട്ടുന്നുണ്ടോ? പിന്നെ ആണുങ്ങളോട് എനിക്കൊരു വാക്ക്, നാടൻ വർത്താനാണ് നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങൾ എത്ര ബജറ്റിലാണ് പോകുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ പറയണം. പണ്ടത്തെ കാലത്ത് ആൾ പറയാറുണ്ട്, ശമ്പളം എത്രയെന്നും പറയരുത്, വയസ്സ് എത്രയെന്ന് പെണ്ണുങ്ങളും പറയില്ല, ശമ്പളം എത്രയെന്ന് ആണുങ്ങളും പറയില്ല എന്നാണ്. നമ്മൾ ഈ ജാട പിടിച്ച് നടക്കേണ്ട ഒരു കാര്യമില്ല. മോളെ, എനിക്ക് മാസത്തിൽ ഇത്രേ വരുമാനമേ ഉള്ളൂ, അതുകൊണ്ട് ഇത്ര ചെലവിൽ നീ കഴിയണം, അതിൽ ഇത്ര ബാക്കി വെച്ചാൽ നല്ലത് എന്ന്. ഞാൻ കുറച്ചും കൂടി അപ്പുറത്ത് കോട്ടയത്തേരെ പറഞ്ഞതുപോലെ, ഭാവിയിൽ ഈ സാധു 20 കൊല്ലം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ 50 ലക്ഷം രൂപയെങ്കിലും അങ്ങോട്ട് കൊടുക്കുന്നൊരവസ്ഥ വേണം. അല്ലാതെ പോരാൻ നേരത്ത് 28 കൊല്ലം കഴിഞ്ഞിട്ട് ഭർത്താവ് വീട്ടിലേക്ക് വരാൻ നിൽക്കാൻ, വീട്ടിലേക്ക് ഒരു ഫോൺ വിളി, വയ്യ മോളെ, എനിക്ക് ഊരവേദന തുടങ്ങി, കാൽമുട്ട് വേദനയോട് നിൽക്കാൻ വയ്യ, ഞാൻ ക്യാൻസലാക്കുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങോട്ട് വരണ്? ഇവിടെ 15 ലക്ഷം രൂപ കടാണ്, ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് ആ സാധുവിന്റെ ഊരവേദനയും കാലുവേദനയും ഒന്നും ഒരു കാരണമാക്കാതെ വീണ്ടും അവിടെ തന്നെ നിൽക്കുന്നെന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ധൈര്യമായിട്ട് വാ, ഞാനിവിടെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന സസ്പെൻസാ നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾ ഇതൊക്കെ ചെയ്തത് മൂപ്പരോട് പറയൊന്നും വേണ്ട. അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അദ്ദേഹം വരുന്ന സമയത്ത് എവിടെയെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളായിരിക്കണം ബജറ്റിലൂടെ മുന്നോട്ട് പോകേണ്ടത്. അതിന് എക്സ്പെൻസിനെ, ചെലവിനെ ചുരുക്കുക.